ഇന്ന് ഇന്ത്യ സഖ്യ റാലി ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ. അതിനിടെ വലിയ രീതിയിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും പ്രവർത്തകർ ബാരിക്കേഡൊക്കെ മറികടന്ന് വേദിക്കരികിലേക്ക് എത്തിയിട്ടുണ്ട്. നേതാക്കൾ പലതവണ പ്രവർത്തകരോട് പറഞ്ഞു, പക്ഷേ ഒരു തരത്തിലുള്ള അഭ്യർത്ഥനയും ഫലം കണ്ടില്ല. ഇതോടെ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ജനങ്ങളെ അഭിസംബോധന ചെയ്യാതെ മടങ്ങേണ്ടി വന്നു. അർജുൻ പീതാംബരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിയാതെ പാടുപെടുന്ന നേതാക്കളെ കാണുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത് റാലിക്കിടെ? ആര്യ, വലിയ രീതിയിലുള്ള തിരക്കായിരുന്നു. പ്രത്യേകിച്ചും ആ പൊതുസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യാനായിട്ട് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി അധ്യക്ഷനായിട്ടുള്ള അഖിലേഷ് യാദവും ഒരുമിച്ച് എത്തിയിരുന്നു. പക്ഷേ വലിയ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് പോലീസിനോ നേതാക്കൾ പലതവണ അഭ്യർത്ഥിച്ചിട്ടോ സാധിച്ചില്ല. അവിടെ വലിയ രീതിയിൽ ബാരിക്കേഡുകളും എല്ലാം തന്നെ സ്ഥാപിച്ചിരുന്നു പോലീസ്. പക്ഷേ ഈ ബാരിക്കേഡുകൾ മറികടന്ന് പ്രവർത്തകർ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അങ്ങനെ നിരവധി പ്രവർത്തകർ, ഏകദേശം 100ഓളം പ്രവർത്തകർ തന്നെ ഈ ബാരിക്കേഡ് മുഴുവൻ ചാടിക്കടന്ന് ഈ പൊതുവേദിക്ക് അടുത്തേക്ക് എത്തിയിരുന്നു. പലതവണ പോലീസ് ഇവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു, പക്ഷേ എല്ലാം തന്നെ വിപുലമാവുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ നേതാക്കളും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ അഖിലേഷ് യാദവും പല കുറി ആവർത്തിച്ച് പ്രവർത്തകരോട് പിന്നോട്ട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞെങ്കിലും അതൊന്നും തയ്യാറായില്ല. അവർ എത്രയും പെട്ടെന്ന് പൊതുവേദിക്ക് അടുത്തേക്ക് എത്തുകയായിരുന്നു. പ്രത്യേകിച്ചും ഈ രണ്ട് നേതാക്കളും പ്രസംഗിച്ചിട്ടല്ല, അവർ സംസാരിക്കാൻ പോകുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ പ്രവർത്തകരെല്ലാം തന്നെ പൊതുസമ്മേളനം നടക്കുന്ന ഈ വേദിക്ക് അടുത്തേക്ക് എത്തിയത്. പിന്നാലെ ഇവർ സംസാരിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ ക്രമസമാധാന നില തകരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ളൊരു രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയത്. അതോടുകൂടി തന്നെ ഈ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും കൂടി ആലോചിച്ച ശേഷം രണ്ടുപേരും സംസാരിക്കാതെ എത്രയും പെട്ടെന്ന് ആ പൊതുവേദി വിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. ഇന്ത്യ സഖ്യത്തിൻ്റെ റാലിയിൽ സംസാരിക്കാൻ ഇരു നേതാക്കൾക്കും കഴിഞ്ഞില്ല. ഇത്തരത്തിൽ ക്രമാതീതമായ ആ തിരക്ക് വന്നതും ഉന്തും തള്ളും ഉണ്ടായതും പ്രവർത്തകർ ഇപ്പോൾ വേദിക്ക് അടുത്തേക്ക് എത്തിയതുമാണ് അതിനുള്ള കാരണം. അതിനുശേഷം ഇവർ രണ്ടുപേരും ആ വേദി വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പ്രചാരണത്തിന് വേണ്ടി പോകേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടായി. ശരി.